നേരത്തെ എഴുന്നേക്കേണ്ടി വന്നു അല്ലേ? ആ, വല്ലപ്പോഴും കിട്ടുന്ന ഒരു ചാൻസാ. ഉദയം ശരിക്ക് കണ്ടു. വരൂ, കാർന്നവരെ വന്നിട്ട് ഞങ്ങളൊക്കെ ഒരു മിനി ഹാപ്പി റിട്ടേൺസ് പറഞ്ഞേക്കൂ. സന്തോഷാവട്ടെ. ഓം ഗണാനാം ത്വാം ഗണപതിം അവാമഹേ കവിം കവീനാം ഉപശസ്തവം ജ്യേഷ്ഠമം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാന ശൃണ്വനോതി വിസീദസാദനം ശ്രീ മഹാഗണപതേ നമഃ സ്വാഹ. ഓം ഗണാനാം ത്വാം ഗണപതിം അവാമഹേ കവിം കവീനാം ഉപശസ്തവം ജ്യേഷ്ഠരാജ്യം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാന ശൃണ്വനോതി വിസീദസാദനം ശ്രീ മഹാഗണപതേ. 120 പഴയ കണക്ക്. ഏകദേശം അത്ര എത്തണമെന്ന എന്റെയും പ്രാർത്ഥന. എന്താ മുത്തശ്ശ കിട്ടിയത്? നോക്കട്ടെ. എന്താ കിട്ടിയത്? ഹായ് മുത്തശ്ശ. അത് അമ്മിണിക്കുട്ടിക്ക് അല്ലേ മുത്തശ്ശ? അവളല്ലേ ആകെയുള്ള പെൺകുട്ടി. ഇത് കണ്ട ആരും നുണയ്ക്കണ്ട. വലിയ ഒരാള് വന്നു, ഈ ചടങ്ങിൽ പങ്കുകൊണ്ടു എന്ന് പറയാൻ ഇതെന്റെ കൈത്തണ്ടേ തന്നെ കിടന്നാൽ എന്താ? കുറച്ചു കാലം കൂടി കാത്തിരുന്ന തെറ്റൊന്നുമില്ല. ഓം മഹാഗണപതേ നമഃ. നിലത്തിരുന്നുണ്ടിട്ട് ശീലമുണ്ടാവോ വേണുവിന്? ദാ മുത്തശ്ശൻ തിരക്കൂട്ടാൻ തുടങ്ങി. ആയില്ലേ? മുത്തശ്ശന്റെ മുറിയിലാ വേണു. കല്യാണം കഴിക്കാത്ത എന്താന്ന് ചോദിച്ചു മുത്തശ്ശൻ. പറ്റിയ ആളെ കാണണ്ടെന്ന് വേണു. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞത് കേൾക്കണോ? അമ്മണിക്കുട്ടിക്ക് 10-12 വയസ്സായില്ലേ, ആലോചിച്ചുകൂടെന്ന്. എനിക്കും തോന്നിയത് തന്നെയാണ്. ഒരു 4-5 വയസ്സും കൂടി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പറയായിരുന്നു. ഇക്കണ്ട മുതലേ ഒറ്റയ്ക്കൊരാള്. ഏത് പെൺകുട്ടിക്കായാലും അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണേ. വിളിച്ചോളൂ രാജാ. ഈ പായസത്തിലെ മധുരം ഇത്തിരി ജാസ്തിയായി. രാജ ഒരു സുഹൃത്ത് എടുത്തോളൂ. ഇലയിന്ന് പായസം കഴിക്കാൻ പ്രയാസമായിരുന്നല്ലേ? അയ്യോ, വേണ്ടത്ര കഴിച്ചു. ഇപ്പൊ തന്നെ ശ്വാസം മുട്ടുണ്ട്. മുത്തശ്ശൻ ആദ്യത്തെ ഒരു കല്യാണം ഒഴിവാക്കിയ കഥ പറഞ്ഞ് ചിരിച്ച് ചത്തു. ആ വേണോട്ടാ, മാലേച്ചിക്ക് ചില സംശയങ്ങളുണ്ട്. വേണുവേട്ടന് എത്ര വയസ്സായി എന്നറിയണം. വയസ്സ് കൃത്യമായിട്ട് ഓർമ്മയില്ല. സത്യം ഒരു 90-100 ആയിട്ടുണ്ടാവും. അത്രയൊക്കെ ജീവിച്ചു എന്ന് തോന്നുന്നുണ്ട്. വയസ്സൊരു തോന്നലാണല്ലോ. ഏത് മാസത്തിലാ? നാളെ ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, അതല്ലേ കഷ്ടം. ജാതകം സാധനയില്ല എഴുത്തശ്ശ. അപ്പൊ പിറന്നാള് കഴിക്കണതോ? പതിവില്ല. പിറന്നാൾ ആഘോഷിക്കണമെന്നൊക്കെ തോന്നുന്നത് കുട്ടിക്കാലത്തല്ലേ. അന്ന് അതിനുള്ള സൗകര്യം ഇല്ലായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞ് സൗകര്യം ഉണ്ടായപ്പോ അതിനുള്ള കമ്പം പോയി. കല്യാണക്കാര്യവും അങ്ങനെ മറന്നാണോ? ബിസിനസ് തുടങ്ങാനുള്ള ബന്ധപ്പാട് തുടങ്ങിയപ്പോ അത് രണ്ടാലൊന്നും ആവട്ടെന്ന് വെച്ചു. ഇപ്പൊ എന്താ തടസ്സം? ഒരു തടസ്സവും ഇല്ല. പറ്റിയൊരു കക്ഷിയെ കണ്ടുകിട്ടാൻ വേണ്ടേ? വേണ്ടാന്നുള്ള വ്രതമൊന്നുമില്ലല്ലോ. അത് ഭാഗ്യം. വീട് കുടുംബം എന്നൊക്കെ ഉള്ളത് നല്ല കാര്യമെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. വഴക്കിടാൻ പാകത്തിനൊരു ഏടത്തിയും അനിയത്തിയും കൂടെ വേണം. അങ്ങനെ ഒരു പാക്കേജ് ഡീൽ. ഇവനൊരു ഭാഗ്യവാനാ. ചൂടാറുന്നതിന് മുമ്പേ എത്തിരി കഴിച്ചോളൂ. വേണ്ട, അവിടൊക്കെ സിഗരറ്റിന്റെ ആൾക്കാരാ. ഉമ്മർത്ത് വെച്ചേക്ക്. വന്നവര് ചിലര് പോയിട്ടില്ല. മാലേച്ചിയാണ് ഇച്ഛ പിടിച്ചിട്ടുള്ളത്, ഞാൻ കേട്ടു. സംശയം തോന്നിപ്പോ വണ്ടി നിർത്താൻ പറഞ്ഞു. ഇതെന്ത് കഥ? മുതലാളി എങ്ങനെ ഇവിടെ? ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ. കൃഷ്ണക്കുറുപ്പിന് മനസ്സിലായില്ലേ? വേണുഗോപാലൻ മുതലാളി നമ്മുടെ ആഫീസിലെ രാജന്റെ ഇവിടെയാണ്. അവിടെ വന്നു. രാജൻ വകയില് നമ്മുടെ ഒരു മരുവനായിട്ട് വരും. കേസുള്ളതുകൊണ്ട് അവിടെ വരാൻ പറ്റില്ല. ഞാനിവിടുത്തെ അറിയാം, പഞ്ചായത്ത് പ്രസിഡന്റാന്ന് പറഞ്ഞു. ഞാൻ മുതലാളി ഒന്ന് കാണുന്നത് വെച്ചിട്ട് കഴിഞ്ഞ മാസം കോഴിക്കോട്ട് വന്നു. അപ്പോ ജപ്പാനിൽ പോയിരിക്കായിരുന്നു. ആ, ഒരാഴ്ച. ശരി, ഞാനൊന്ന് നടന്നിട്ട് വരട്ടെ. ഇതല്ലേ വീട്. ഒന്ന് കേറി ഒരു ചായ കുടിച്ചിട്ട് പോ. ഒരു 5 മിനിറ്റ്.
ഇവിടുന്ന് ഒരു 6 നാഴി ഉണ്ടാവും നമ്മുടെ സ്ഥലത്തേക്ക്. അവിടേക്ക് എപ്പോഴാവോ വരാൻ സമയം ഉണ്ടാവുക? ഇവിടെ ഒന്ന് കേറിയിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാന്നേ. ടാക്സി ഉണ്ട്. എന്തിന്? ഈ കാണുന്ന സ്ഥലല്ലേ? നിങ്ങളത് എന്നോട് പറയണ്ടേ? ഞാൻ അവിടെ പോയി കാണില്ലേ? രാജന്റെ കൂടെ അവന്റെ മുതലാളിയും വന്നിട്ടുണ്ടെന്ന് എഴുത്തച്ഛൻ ഞാൻ നിൽക്കുമ്പോഴല്ലേ വന്ന് പറഞ്ഞത്. ഇത്ര വലിയ കമ്പനിയാണെന്നൊക്കെ. രാജന്റെ കമ്പനി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ കുട്ടിയസിന്റെ മരക്കച്ചവടം പോലെ വല്ല ഏർപ്പാടും ആവുന്നു. ചിലക്കാൻ പോയി ചായ എടുക്ക്. നല്ല കപ്പിൾ സോസൊക്കെ എവിടെ? അലമാരുടെ താക്കോലെവിടെ? ദേവി എതിർച്ച കണ്ടപ്പോ പറയുന്നത് ശരിയല്ലെന്നറിയാം. ബാങ്കിൽ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ 2ാമത്തെ മകൻ. ഞാനങ്ങോട്ട് വരാം. ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അമ്പലപ്പറമ്പിലാ ഉത്സവം. പക്ഷേ ഇവിടുന്ന് എഴുന്നള്ളിച്ചോണ്ട് പോവാ എന്നൊരു ചടങ്ങുണ്ട്. ഈ ഭഗവതി മകളാ. ഈ ഒരാൾ തന്നെ ഉള്ളൂ. ഓ, പഠിക്കണം. BSc കഴിഞ്ഞു. വേറെന്തോ ഒരു വിഷയത്തില് അവൾക്കങ്ങനെ പല കമ്പവും തോന്നും. ഈയിടെ ഒന്ന് പറഞ്ഞല്ലോ, ഹോം സയൻസിൽ MScക്ക് പോണമെന്നുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ. കുടിക്കൂ. കമ്പ്യൂട്ടർ സയൻസിലാണ് ഇപ്പൊ എല്ലാവർക്കും കമ്പം. അതിനാണ് സ്കോപ്പ് എന്ന് പറയുന്നുണ്ട്. ഉദ്യോഗത്തിനൊന്നും അയക്കണില്ലല്ലോ. പിന്നെ പഠിപ്പിക്കാൻ കാശിലാക്കണേല് വലിയ അർത്ഥമൊന്നുമില്ല. ആവശ്യത്തിന് ഇതൊക്കെ മതിയെന്നാ ഞാൻ പറയണത്. ഉദ്യോഗം നോക്കുന്നതും മോശമുള്ള കാര്യമല്ല, ആണോ? എന്തേ രാജേട്ടൻ വന്നില്ലേ? 1-2 സ്ഥലത്ത് ട്രങ്ക് ചെയ്യാനുണ്ട്. രാജന അതിനെ അയച്ചിരിക്കുക. ഇത്ര വേഗം എവിടെ എത്തിയോ? ആ പിരിവ് പുസ്തകാരും കൊണ്ടുവന്നിട്ടില്ല. എഴുതാം, കൊണ്ട് തന്നാല്. എത്രയാച്ചാ? ചേലനുക്ക് അരോഹര, കണ്ടനുക്ക് അരോഹര, മുരുകനുക്ക് അരോഹര. അതോ വരാണ്ടി മുരുകൻ ആറുമുഖം താണ്ടി, അതോ വരാണ്ടി മുരുകൻ ആറുമുഖം താണ്ടി, പോനാ പോരാണ്ടി മുരുകൻ. ഞാനാ വല്യമ്മേ. ഇന്നും പായസമുണ്ട്. ഇപ്പൊ കഴിക്കണോ അത് എടുത്തു വെച്ച് പിന്നെ കഴിക്കണോ? എന്ത് പായസ? പാലട. തെക്കേടത്തെ മുത്തശ്ശനില്ലേ, മുത്തശ്ശന്റെ ശതാഭിഷേകം. ശതാഭിഷേകം എന്ന് വെച്ചാ എന്താന്നറിയോ? 1000 പൂർണ്ണചന്ദ്രനെ കണ്ടാലാണത്രേ അത് നടത്തേണ്ടത്. കുട്ടിക്ക് ആ യോഗം ഉണ്ടാവും. കുട്ടി ഒരാൾക്കല്ലേ ഈ നല്ല ബുദ്ധി തോന്നുന്നുള്ളൂ. വേറെ ആരും അമ്മാളിനെ തിരിഞ്ഞു നോക്കാറില്ലല്ലോ. അയ്യോ, 83 വയസ്സ് വരെ ഇരിക്കുന്നത് കടുപ്പാവല്യമ്മേ. നാളെ മച്ചിലടിയന്തരത്തിന് നെയ്പായസം. ഈ ആഴ്ച നല്ല കോളല്ലേ? പുകല തീർന്നു. ഒരു ഞെട്ടി ബാക്കിയുണ്ട്. നാളെ ആകെ ഒരു തിരക്കാ. എന്നാലും എപ്പോഴെങ്കിലും ഒന്ന് വരാൻ നോക്കാം. അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ കൊടുത്തയക്കാം. അതാരാ? പ്രാന്തത്തിയമ്മാളൂന്നാ എല്ലാരും പറയാ. മധുരെന്ന് വെച്ചാ ജീവനാ. ഒന്നുമില്ലെങ്കിൽ ഒരൊറ്റ ശർക്കരയെങ്കിലും കിട്ടിയ വലിയ കാര്യായി. എന്നും വരാറുണ്ടോ ഇവിടെ? മിക്കവാറും. അങ്ങനെ വലിയ പ്രാന്തൊന്നുമില്ല. എന്നാലും പ്രാന്താണെന്ന് ആളുകൾ പറയും. അതിനാരുമില്ല. പാവം. ചെലവിനെന്ത് ചെയ്യും? സർക്കാരിന് 50 ഉറുപ്പിക കിട്ടും മാസം. ഞാനൊരു 100 കത്തടപാട് നടത്തിയിട്ടാ അത് ശരിയാക്കിയത്. വിഡോസിന്, വയസ്സായവർക്ക് അങ്ങനെ ഒരു വകുപ്പുണ്ട്. നല്ല കാര്യം. പണ്ട് അങ്ങനെ യാതൊന്നുമില്ല. പുതിയ നിയമമായിരിക്കും. പുഴയ്ക്കക്കര വലിയൊരു വീട്ടിലത്തെയാ. ഒരു കരുവാന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് ഒളിച്ചോടിയെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇവിടെ വന്നു. അയാള് മരിച്ചപ്പോ തലയ്ക്ക് അല്പം സുഖമില്ലാണ്ടായി. പിന്നെ മുഴുവൻ ഭ്രാന്താക്കാൻ ആളുകളുണ്ടല്ലോ. പലർക്കും അതൊരു നല്ല വിനോദമാണ് നമ്മുടെ നാട്ടിൽ. കുട്ടി, വലിയൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്.
വളരെ വലിയ കാര്യം. ദയുള്ളൊരു വാക്ക്, ദയോടെ ഒരു പിടി ചോറ്. കുട്ടിയെപ്പോലെ ഒരാൾ ആ പ്രദേശത്തുണ്ടായിരുന്നെങ്കിൽ. എന്താ പറഞ്ഞത്? എങ്കിൽ എന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരില്ലായിരുന്നു എന്ന്. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് തിങ്. അമ്മ ഏകദേശം ഈ തള്ളയുടെ കഥ തന്നെ. ഒളിച്ചോടിയതല്ല, രജിസ്റ്റർ ചെയ്യുക. അച്ഛൻ മരിച്ചപ്പോ വീട്ടുകാർ തിരിഞ്ഞു നോക്കിയില്ല. അന്യനാട്. അമ്മ എന്നിട്ട് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 3.5 വയസ്സുള്ള കുട്ടിയുമായി കിണറ്റിൽ ചാടി. അപ്പൊ ഭ്രാന്താണെന്ന് ജനം വിധിച്ചു. അങ്ങനെയാണോ അമ്മ മരിച്ചത്? മരിച്ചില്ല, കുട്ടിയും, അതായത് ഈ ഞാനും മരിച്ചില്ല. മരിക്കാൻ സമ്മതിക്കില്ലല്ലോ നമ്മൾ. കുറേശ്ശെയായി കൊല്ലുന്നതാണല്ലോ നമുക്കിഷ്ടം. ആ തള്ളയോട് കാട്ടുന്ന ദയുണ്ടല്ലോ, ഒരലങ്കാരത്തിനല്ലാതെ ശരിക്കുള്ള ദയ. അതിനൊന്ന് മനസ്സിൽ എല്ലാവരും ഈ ദേവിയെ തൊഴണം, ഞാനടക്കം. അയ്യോ, ഞാനങ്ങനെ. ഞങ്ങളുടെ നാട് ഇഷ്ടായോ? വളരെ ഇഷ്ടായി. നടക്കട്ടെ.